നമുക്കൊരു ഹഗ്ഗിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല. ശബ്ദത്തിന് എന്ത് പറ്റി? എല്ലാം പോയി ഇന്നലെ, തൊണ്ട മുഴുവൻ ഉറങ്ങിയിട്ടില്ല. അയ്യോ വേറെ ഒന്നും ഇല്ല കേട്ടോ, പെയിനാണ്, നിനക്കറിയാലോ. നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? ഹലോ ഉദ്ദേശിച്ചിട്ടില്ല. ഹലോ ഹായ്ഡാ, എവിടെയാ? എന്റെ വണ്ടി തട്ടി എന്റെ വണ്ടി വീണ്ടും. എന്തൊരു അഭിനയം എന്റെ അമ്മേ. ഞാനിപ്പോ വേറൊരാളുടെ അടുത്ത് സംസാരിച്ചു എന്ന് വെച്ചോ, അപ്പൊ ഇവിടെ എടാ നീ എന്നെ മറന്നു, you didn't call me, you forgot me, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചൂടാ. ഇതാ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ടി വി ഇരുന്ന് കാണുമ്പോ ഞാൻ അപ്പോൾ പറയും എടി വെള്ളം വെള്ളം, ഞാൻ പറഞ്ഞു ആ പോയെടുത്തോ, ഞാൻ പിന്നാലെ വരാം. നീ നടന്നോ ഞാൻ വരാം. ഇല്ലല്ല നീ നടന്നോ ഞാൻ വരാം. പക്ഷെ ഞങ്ങൾ രണ്ടാളും പോവില്ല, പക്ഷെ അത് വേറൊരാൾ കൊണ്ടുവരും. ആളെ പേര് ഞങ്ങൾ ഇവിടെ പറയൂല. ശരിക്കും പറഞ്ഞാ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല. അയ്യോ പിന്നെ എവിടെ പോണു? മഹാറാണിയായിട്ട് അട്ടപ്പാടി ജംഗ്ഷൻ ഏതോ ഒരുത്തൻ വന്ന് മാഡത്തിന് തൊട്ടിട്ട് പോയി. ഈ മാഡത്തിനെയോ? ഇവളിങ്ങനെ തിരിഞ്ഞിട്ട് എന്റെ ഒരുമാതിരി തിരിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരിക. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മുടെ ദിവ്യക്കുട്ടിനെ കാണാൻ ഇവിടെ വേറൊരു സർപ്രൈസ് പൊട്ടിപ്പൊളിച്ച് വീണിട്ടുണ്ട്. ആണോ? അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് വരും സർപ്രൈസ്. ഓക്കെ, ചായ കുടിച്ചോ നോക്കാം. നമുക്കൊരു ഹഗ്ഗിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല. വീട് ഒരേ ഫ്ലാറ്റിലെ ആയതുകൊണ്ട് എന്തായാലും ഇന്ന് കണ്ടില്ലല്ലോ, അപ്പൊ ഇന്നത്തെ ഹഗ്ഗായിട്ട് കൊടുക്കാം. സത്യം പറ. ഇതിവിടെ എടി എന്നെ ഒന്ന് വിളിക്കണേ, എനിക്കൊരു അർജന്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഒരു ഇന്റർവ്യൂ ഞാൻ ഇവിടെ പറഞ്ഞു. ദിവ്യ വരുന്നതിന് മുമ്പേ ഇവിടെ വന്നിരിപ്പുണ്ട്. അതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ദിവ്യക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ദിവ്യ വന്നപ്പോ ഞാനിവിടെ ഉണ്ടായില്ലല്ലോ, ഞങ്ങൾ അവിടെ ഇരിക്കായിരുന്നു. ആണല്ലേ? ഞാൻ കണ്ടില്ല. കാണില്ല. ദിവ്യക്ക് സർപ്രൈസ് ഇത്ര പോർമലാവണ്ടല്ലേ? എങ്ങനെയാണ് ദിവ്യ? ആ ഒരു കാര്യം ഇത് പറയും. എങ്ങനെയാണ് ദിവ്യ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ? സത്യം പറയണോ കള്ളം പറയണോ? ശബ്ദത്തിന് എന്ത് പറ്റി? എല്ലാം പോയി ഇന്നലെ, തൊണ്ട മുഴുവൻ ഉറങ്ങിയിട്ടില്ല. അയ്യോ വേറെ ഒന്നും ഇല്ല കേട്ടോ, പെയിനാണ്, നിനക്കറിയാലോ. നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? ഹലോ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ അല്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് പണി കൊടുക്കാം. എന്താ വെച്ചാൽ ലാസ്റ്റ് ഫ്ലവേഴ്സില് ഒരു ഇന്റർവ്യൂല് മറ്റേ നമ്മുടെ ഒരു നല്ല കുക്കിംഗ് പരിപാടി ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പോയി, ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു വല്ലപ്പോഴും കുക്ക് ചെയ്യാറേ ഉള്ളൂ. നിങ്ങൾ തെറ്റിരിക്കുന്ന അതുകൊണ്ടാണ് എനിക്ക് പഴം തന്നത്. അതാണ് ഞാൻ കുരങ്ങിനിട്ട് കൊടുക്കുന്നല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇട്ട്. അവൾ അവിടെ പോയിട്ട് പറയാണ് ദിയ അവള് അവിടെ എന്തൊക്കെയാ വന്നിട്ട് പറഞ്ഞത്, ഒരു കുക്കിങ്ങും ചെയ്യില്ല, എന്നെ എത്രത്തോളം. എന്റെ പൊന്നെ ഞാൻ സത്യമായിട്ടും പറയാണ്, എനിക്ക് ഇവളെ 4 വർഷമായിട്ട് അറിയാം. ഈ 4 വർഷത്തില് അവള് 3 പ്രാവശ്യം കുഞ്ഞിപ്പിടി എന്ന് പറഞ്ഞ സംഭവം പ്രാവശ്യം അവൾ ഉണ്ടാക്കി. 3 പ്രാവശ്യം. എന്താ സംഭവം? കുഞ്ഞിപ്പിടി സ്നാക്കാണോ? അല്ലല്ല, ഒരു നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമാണോ? കോഴിക്കോട് അവരുടെ ഒരു സംഭവം. ഈ ഒരു 3 പ്രാവശ്യം എന്റെ മാഡം ഉണ്ടാക്കി തന്നിട്ടുള്ളൂ, കഴിച്ചിട്ടുള്ളൂ. ഇതിനാണ് അവൾ അവിടെ പോയിട്ട് ഞാൻ കുഞ്ഞിപ്പിടി ഉണ്ടാക്കും, ഞാൻ അത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴും കിച്ചണിലാണ്, എപ്പോഴും കുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വല്ലപ്പോഴും. പക്ഷെ ആ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാ. വല്ലപ്പോഴും കാല് പിടിക്കണം എന്നാലും ഉണ്ടാക്കി തരുള്ളൂ. എനിക്ക് വയ്യ, എനിക്ക് കാല് വയ്യ, കൈ വയ്യ. ഞാൻ മാത്രമല്ല എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി തരാറില്ലേ? ദിവ്യ എന്താ ഉണ്ടാക്കി തന്നിരിക്കും? അല്ല ദിവ്യ നല്ല കുക്ക് ചെയ്യും കേട്ടോ, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അവളെ ഹെൽപ്പ് ചെയ്യും.
എല്ലാം ചെയ്യാൻ അസിസ്റ്റന്റ് ഞാനുണ്ട്. കട്ട് ചെയ്ത് തരിക, എല്ലാം ചേർത്ത് വെച്ചിങ്ങനെ കൊടുക്കുക. എല്ലാം കൊടുക്കും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ കൊതിയോണ്ടാ. അവൾ ഉണ്ടാക്കുന്ന ഫുഡ് അത്ര ടേസ്റ്റാ. അത് കഴിക്കണം കേട്ടോ. അത് നിഖിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മട്ടൻ എന്തോ ഉണ്ടാക്കി നിഖിൽ വന്നിട്ട് പറഞ്ഞു, ഓ എന്താ ടേസ്റ്റ്. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം വരണം. ഞാൻ വിളിച്ചിട്ടുണ്ട് പലവട്ടം. ഞാൻ ഫുഡിന്റെ ബർത്ത്ഡേ പാർട്ടിക്കും വിളിച്ചിരുന്നു. അതെ, നീലയുടെ വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മിസ് ചെയ്തു, കണ്ടോ കൊണ്ടുപോയില്ല. അപ്പൊ പേടിക്കേണ്ട സമയമുണ്ട്. ഇത് നമുക്കത് സ്ഥിരമാക്കാം. അതെ, ഇതൊരു സ്ഥിരം പരിപാടിയാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രാവിലെ അപ്പൊ നോൺ വെജ് ആണോ കൂടുതലും കുക്ക് അത് രാത്രിയാവേയുള്ളൂ. അത്ര സമയം എടുക്കും. സമയം എടുക്കും. നല്ല സാധനം നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ കഴിക്കണ്ടേ. അപ്പൊ രാവിലെ കയറിയ രാത്രിക്കത്തേക്ക് ഒരു ഐറ്റം ഒക്കെ കഴിഞ്ഞ് കിട്ടുള്ളൂ. ക്ലീനിങ് ഒരാളുണ്ട്, ക്ലീനിങ് വേറെ ആളാ. ഇത് അസിസ്റ്റന്റ്. അപ്പൊ അവൾക്ക് എന്റെ അടുത്ത് വല്ലാത്ത സ്നേഹം. ഞാൻ വെറുതെ പോയിട്ട് ഞാൻ വെറുതെ കിച്ചണിൽ DP എന്തെങ്കിലും ചെയ്യണം. ഇല്ലടി കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട നീ ആ പൊട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത പിന്നെ ഓരോന്നും ഇട്ട് തന്നോണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഭാനുമതി പറ്റിയത് ചെയ്തോളൂ. അത് ശരിക്കും ഞങ്ങൾ ലക്ഷ്മിയമ്മ ഞങ്ങൾ രണ്ടുപേരും സത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആണല്ലേ. ടി വി ഇരുന്ന് കാണുമ്പോ ഞാൻ അപ്പൊ അവള് പറയും, എടി വെള്ളം ഞാൻ പറഞ്ഞു പോയെടുത്തോ, ഞാൻ പിന്നാലെ വരാം. നീ നടന്നോ ഞാൻ വരാം. ഇല്ലല്ല നീ നടന്നോ ഞാൻ വരാം. പക്ഷെ ഞങ്ങൾ രണ്ടാളും പോവില്ല. പക്ഷെ അത് വേറൊരാൾ കൊണ്ട് ആളെ പേര് ഞങ്ങൾ ഇവിടെ പറയൂല. ആളുടെ പേര് ഞങ്ങൾ ഇവിടെ പറയില്ല. വേണ്ട, എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. അറിയില്ലായിരുന്ന ഞാൻ ചോദിച്ചേനെ. ബക്രയായിട്ടിരിക്കാതെ ഞാൻ ചോദിച്ചായിരുന്നു. അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കേയില്ല. അയ്യോ, അത് വിചാരിച്ച് ഞങ്ങൾ വലിയ മടിയന്മാരൊന്നും അല്ല. പക്ഷെ അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കുന്ന രീതി, അങ്ങനത്തെ ഭക്ഷണം അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഞങ്ങൾക്ക് വിശന്ന നല്ലോണം കഴിക്കും. പിന്നെ ഞങ്ങളൊരു ഡയറ്റിംഗ് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. അത് ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും. ഞങ്ങളൊരു വെയിറ്റ് മെഷീൻ ഉണ്ട്, അത് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഞങ്ങളെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി, പക്ഷെ ഇവള് പിന്നെയും കൺട്രോൾ ചെയ്യും. നീ അങ്ങനെ അധികം വണ്ണം വെക്കുന്ന ടൈപ്പ് അല്ല. വെക്കും, പക്ഷെ നല്ല കൺട്രോൾ ചെയ്യും. പക്ഷെ ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം ഇവള് നമ്മളെന്ത് കഴിക്കുന്നില്ല പറഞ്ഞാൽ എടി KFC ഓർഡർ ചെയ്താലോ. അപ്പൊ ഞാൻ വേണ്ട ഇന്ന് ഞാൻ ഡയറ്റാ. പിന്നെ ഇവള് എന്നാലും അപ്പൊ ഞാൻ എന്നാ ശരി ഓർഡർ ചെയ്യാം. അതൊരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യും. നമ്മളെ മിററിലൊന്ന് നോക്കല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഏകദേശം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഇനി എനിക്കൊന്നും വേണ്ട. ഇവള് ഭയങ്കരമായിട്ട് പക്ഷെ ഫുഡില് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ ചോക്ലേറ്റ് അങ്ങനെ അതും ബിരിയാണി അങ്ങനെയൊന്നുമല്ല, ചോക്ലേറ്റ്സ് ഒക്കെയാണ്. സ്വീറ്റ്സ് ആണ് കൂടുതൽ കഴിക്കുക. മധുരവും പിന്നെ ഈ പറഞ്ഞ KFCയും ഫ്രഞ്ച് ഫ്രൈസും അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ദുബായ്ക്കാരിയല്ലേ, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്ത് ചെയ്യും. പറഞ്ഞ ആ ഒരു കണക്ഷൻ, ആ ഒരു ഓർമ്മ ചില സമയത്ത് ഭയങ്കര ഒരു മിസ് ചെയ്യുന്നുണ്ടാവും. ചെയ്യുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഉലൂല് കേറുമ്പോ ഒരു മോളിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ദുബായ് കുട്ടികൾക്ക് ഓർമ്മ വരുന്നത് KFC. അതെ, അതൊക്കെയാണ്. മാക്കും പിന്നെ നമ്മുടെ ഇതൊക്കെ തന്നെയാണ്. പൊട്ടറ്റോ ചിപ്സ്, സ്പ്രിങ്കിൾസ് എല്ലാം എത്തിച്ചു. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന ഫ്ലാറ്റിൽ വന്നതിന് ശേഷമല്ലേ? അല്ല, നമ്മള് GP വഴിയാണ്. ആണോ? ഗോവിന്ദ് പത്മസൂര്യ എവിടെ ആണല്ലേ? ഈ GP കാരണം എനിക്ക് രണ്ട് ഒന്ന് മാഡം, വേറൊരാള് പൂജിതയോ? പൂജിത. ഇവര് രണ്ടുപേരെയും പരിചയപ്പെടുത്താൻ കാരണം അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും നന്ദിയുണ്ട്. ഈ രണ്ട് ദുരന്തങ്ങൾ അവനറിയാം എന്തിനാണ് ചോദിക്കുക, എന്താ ഞങ്ങളുടെ പ്രശ്നം എന്നൊന്ന് ചോദിക്കും. എന്താ പ്രശ്നം പറയുന്നതിന് തൊട്ട് മുമ്പേ ഒരു സെക്കൻഡ് ആ ചായ കുടിച്ചു തീർത്ത്. അല്ല ചൂട് പോവും.
ഓക്കേ. ഞങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് ടീ ഒക്കെ അപ്പൊ കിട്ടി. എനിക്കൊന്നും ഇല്ല. വേണോ? കുടിക്കുന്നോ? ഇന്നാ ഇത് കുടിച്ചു. ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ആള് മധുരം അത്ര കുടിക്കില്ല. എനിക്കും അതെ, സ്വീറ്റ് ജാസ്തിയാ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു സ്നേഹം സത്യമായിട്ട് സ്നേഹം കൊണ്ട് തന്നെയാ. അല്ല നിന്റേതല്ല, ഇവിടെ എന്നോട് വേണോന്ന് ചോദിക്കുന്നത്. അപ്പൊ സ്വീറ്റ് കുറച്ച് കൂടുതൽ, അതുകൊണ്ട് ഞാൻ കുടിക്കില്ല. വേണ്ട, നീ കഴിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ രണ്ടുപേരൊന്നും പറഞ്ഞില്ലേ? അപ്പൊ പൂജിത ഇവിടെ ഇല്ലല്ലോ. ഒന്ന് പൂജിതനെ ഒന്ന് വിളിക്കാമോ? അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കുറച്ച് ലൈവായിട്ട് എന്തെങ്കിലും അവിടെ റെഡി ആക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് നീ വരാന്ന് പറയണ്ട. ആണോ? അല്ല സത്യസന്ധമായിട്ടുള്ള പൂജിതയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പൊ എനിക്കറിയാലോ പൂജിത നിങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തപ്പോ പൂജിത പറഞ്ഞു ഇന്ന് എന്തോ അവൈലബിൾ അല്ല, ഇവിടെ ഇല്ലാന്നോ എന്തോ ആണ്. അവള് ഇന്ന് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒബ്വിയസ്ലി പൂജിത വന്നേനെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ ഇപ്പൊ ഒന്ന് കണക്ട് ചെയ്താല് നോക്കാം, വരാൻ പറ്റിയാൽ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ. തിരക്കായിരിക്കും. ഹലോ. ഹായ്ഡാ, എവിടെയാ? എടാ എന്റെ വണ്ടി ജസ്റ്റ് ബ്രിങ്ങിങ് ഇറ്റ് ടു ദി വർക്ക്ഷോപ്പ്. തട്ടി എന്റെ വണ്ടി വീണ്ടും. ഓ നോ. നീയാണോ തട്ടിയ വണ്ടി? നീയാണോ തട്ടിയ വണ്ടി? അല്ല, എന്റെ ഇങ്ങോട്ടേക്ക് ഒന്ന് തട്ടി. ഓ നോ. കാര്യമായിട്ടൊന്നും ഓക്കെയാണോ? നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ വണ്ടിക്ക് പ്രശ്നം. വർക്ക്ഷോപ്പിലേക്ക് I just want to know how much they will save for the വണ്ടി and then I will give you a call. എന്നാ വർക്ക്ഷോപ്പിൽ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വരാൻ ചോദിക്കും. വൈറ്റിലാണോ? എവിടെയാ? ഞാൻ ഇവിടെ മറ്റേ പ്ലേസ് വരെ മറ്റേ ഇവിടെ എന്താണ് ഐപ്പില്ലേ കടവന്ത്രയില് ഓക്കെ. നോ വറീസ്. നമ്മളെ ഒരു ഇന്റർവ്യൂലാണ്. ഇഫ് യു വാണ്ട് കം. ഇതെപ്പോഴാ കഴിയാ? ഇനി ഒരു 1-2 hours പോകും. 1-2 hours പോവും. വരുന്നുണ്ടെങ്കിൽ ബൈ. പൂജിതനെ പരിചയപ്പെടുന്നതും GP ത്രൂ ആണ്. ഓക്കെ. ഞങ്ങള് ഗോവയിലെ ഒരു നമുക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് പോയത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരാള് ഞങ്ങളിപ്പം ഞങ്ങൾ ബീച്ചില് നിക്കാം. 31st ഈവനിങ് ആയിരുന്നു. അത് ഫസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് 1st of 2021 ആണോ 31st of 2020 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് 31st. ഓക്കെ. ഒരു മാഡം വരിക. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ഒരു ഉരുണ്ടായിരുന്നു. അപ്പൊ ഷീസ് ലൈക്ക് അതാരാ എന്തോ അവിടെ അറിയാണ്ട് പറ്റിപ്പോയതാ. ഞാൻ പറഞ്ഞു അപ്പൊ ഒരാൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അപ്പൊ ഹായ് ഡാ, ഹായ് എവരിബഡി. വീണ്ടും വന്നു. അതെന്തോ ഉരുണ്ട് വന്നതിന്റെ ഇതുപോലെ മ്യൂസിക് ഇട്ട് പോയതായിരിക്കും. അല്ലാതെ എന്തൊരു അഭിനയം എന്റെ അമ്മേ. നമ്മൾ കെട്ടിപ്പിടിക്കണ്ടല്ലോ. എന്തൊരു അഭിനയം. കെട്ടിപ്പിടിക്കണി. എല്ലാരും ഡ്രസ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? പിന്നെ നീ എന്താ ചെയ്തു വന്നേ? ഞാൻ നിങ്ങളെ മാതിരി എന്തൊരു അഭിനയായത് കണ്ടോ? വർക്ക്ഷോപ്പില് വണ്ടി തട്ടി. വണ്ടി എന്റെ വണ്ടി എപ്പോഴും തട്ടാറുണ്ട്, അത് മാത്രമേ വിശ്വസിക്കുള്ളൂ. കണ്ടോ? പൂജയെ കുറിച്ച് എന്തൊക്കെ കുറ്റം ഇവിടെ പറഞ്ഞോണ്ടിരുന്നെന്ന് അറിയോ? അല്ല, അവള് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ കുറ്റാണോ? ഉള്ള കാര്യം പറയാറുള്ളൂ. അതാണ് ഏറ്റവും വലിയ പണി. അല്ല, പൂജയുടെ വന്ന സ്റ്റൈലിനും ആ മ്യൂസിക്കും അതിനായിരുന്നു ആ വരവും മ്യൂസിക്കും ഒക്കെ കൂടെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇവള് പറഞ്ഞു നമ്മളെ GP കാരണം നമ്മളെ കണ്ടുമുട്ടിയത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അല്ലല്ല, ഞാൻ അവസ്ഥ എന്നല്ല ഞാൻ പറഞ്ഞ ഒരു അവനോട് പറയാനുള്ളത്. അതെ, രണ്ട് ദുരന്തങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതെന്റെ വാക്കല്ല, അത് ഞാൻ ചുമ്മാ ഇതിൽ പറയണല്ലേ. ഇവിടെ ദുരന്തം എക്സ്പ്രസ് പോയി ദിയ പോയി. ഇതിനൊന്നും ഞാൻ മറുപടിയില്ല, ഞാൻ ഡീസന്റ് ആണ്.
ഞാൻ എപ്പോഴും അവന്റെ അടുത്ത് പറയും എടാ, എന്നിട്ട് വന്നതിൽ നിന്ന് പറ. വന്നിട്ട് ഇങ്ങനെ വന്നു ഉരുണ്ട് 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 വന്നു. ഹായ്ഡാ പൂജയാണ്. പൂജയാണ് ഗോവ ആദ്യമായിട്ട് കാണുന്നത് എന്റെ ഹായ് എവരിബഡി ഹായ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പൂജ തന്നെ കേട്ടറിയാം ലൈക്ക് ഇരിക്കട്ടെ. എന്റെ അടുത്ത് GP ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ എനിക്ക് അല്ലാതെ ഫസ്റ്റ് ടൈം സീയിങ് മീറ്റിംഗ് ഹർ. അപ്പൊ എന്നിട്ട് ഞാൻ ഓക്കെ എടാ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഒരു കണക്ഷൻ ആയി അവിടെ വെച്ച്. ഞങ്ങള് ഭയങ്കര വൈബായിരുന്നു. ഞങ്ങള് പാരാസീലിംഗിന് പോയി നമ്മുടെ ബാഗ ബീച്ചില് ഗോവയില് ഏതോ ഒരു ബീച്ചില് നമ്മളവിടെ വാട്ടർ സ്പോർട്സ് ഒക്കെ നമ്മളെല്ലാരും ഉണ്ട്. ഗോവയിലൊന്നും ഞാൻ പോവില്ല, എനിക്ക് സെറ്റ് ആവൂല. ഗോവന് വന്നിട്ടില്ല, ആ വട്ടം മാത്രമേ വരാത്തുള്ളൂ. പിന്നെ എപ്പോഴും നമ്മളുണ്ട്. എന്നിട്ട് ഞങ്ങൾ പാരാസീലിംഗിന് പോയി. അപ്പോ ഓൾറെഡി ഇരുട്ടാൻ തുടങ്ങി. അപ്പൊ അവര് ലാസ്റ്റ് റൈഡ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാരാസീലിംഗിന് പോയിട്ട് വി വെന്റ് അപ്പ്. അന്ന് മുതലുള്ള ഫ്ലൈങ് ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടില്ല, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ആ ഒരു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാ തുടങ്ങുന്നത്. പിന്നെ JPയുടെ അടുത്ത് എന്തോ പറഞ്ഞത് ഇവര് രണ്ടുപേരെ കുറിച്ച്, ഇവര് രണ്ടുപേരെയും തന്നതിന് അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അയ്യോ ഞാൻ ഇത്രേ പറയാറുള്ളൂ അവനെ കാണുമ്പോ, എടാ നന്ദിയുണ്ട്. ബിക്കോസ് അവനറിയാം പൂജ എങ്ങനെയാന്ന് അറിയാം. പൂജ എന്ന് വെച്ചാൽ എല്ലാരുമായിട്ട് ലൈക്ക് അവളുടെ ഫ്രണ്ട്സ് എന്ന് പറയണത് അല്ലെങ്കിൽ അവള് ഒരാളായിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഷീസ് വെരി വെരി അറ്റാച്ച്ഡ്. ഭയങ്കര അറ്റാച്ച്ഡ് ആവും ആ ആളായിട്ട്. അത് അപ്പൊ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ ഈ അറ്റാച്ച് ആയ ആള്, അതായത് ചിലപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോ വേറൊരാളുടെ അടുത്ത് സംസാരിച്ചു എന്ന് വെച്ചോ, അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് അടുത്ത് ഞാൻ അടുപ്പം കൂടി അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയത്, അപ്പൊ ഇവിടെ എടാ നീ എന്നെ മറന്നു കൂടുതൽ എടാ you didn't call me, you forgot me, you don't think about me, why do you not call me da, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചുടാ. ഇതാ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഐ എം ലൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എടി എന്തോ അടി. ഞാൻ പറഞ്ഞു ഹലോ മാഡം, ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. യു ഓൾസോ ഹാവ് ബെസ്റ്റ് ഫ്രണ്ട്സ്, യു ഹാവ് അതർ ഫ്രണ്ട്സ് ഓൾസോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചും പോവാം. നോ നോ യു ഡോണ്ട് കോൾ മീ. ചെറിയ കുട്ടികളുടെ മനസ്സെന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞേട്ടാ. പിന്നെ വേറൊരാളുണ്ട്, ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. പിന്നെ പ്രോഗ്രാം ഇപ്പൊ കട്ടേണ്ടി വരും. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞോ ദിയ. സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ലേ. അയ്യോ പിന്നെ എവിടെ പോണു? മഹാറാണിയായിട്ട് അട്ടപ്പാടി ജംഗ്ഷൻ. ഹലോ, അട്ടപ്പാടിക്ക് എന്താ കുഴപ്പം? നിന്റെ പറയുമ്പോ ഞാൻ ശരിക്കും ഷീസ് ലൈക്ക് ദിയ എന്ന് പറയുമ്പോ എന്താ പറയാ, ഷീ ഹാസ്, ഞാന് ജിപിക്ക് അറിയാം ലൈക്ക് ഓരോ രണ്ടുപേരുടെ ഓരോ ട്രേറ്റ്സ്. ദിയ എന്ന് വെച്ചാ ഭയങ്കര ലൈക്ക് എല്ലാരെയും, അവളും ഇങ്ങനെ എല്ലാരെയും ആയിട്ട് ക്ലോസ് ആയി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഷീ ഗിവ് എവരിവൺ देयर സ്പേസ്. ഓക്കെ, എല്ലാവർക്കും സ്പേസ് ഒക്കെ കൊടുക്കും. പക്ഷേ ദിയയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയൂ, കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എടാ അതിങ്ങ് എടുത്തോണ്ട് വരുമോ, എടാ അതിങ്ങ് എടുത്തോണ്ട് വരൂ, എടി അതിങ്ങ് എടുത്തോണ്ട് ഒരു 10,000 അസിസ്റ്റൻസ് വേണം കൂട്ടത്തില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിട്ട് അതിനാണ് കിച്ചന്റെ സൈഡിൽ കൂടെ പോകുമ്പോ പൊട്ടറ്റോയും അതൊക്കെ കട്ട് ചെയ്യിപ്പിക്കണത്. ഞാൻ അങ്ങോട്ട് ഇവളെ കുറിച്ച് നിനക്ക് ഒരു റീസണും ഇല്ലായിരുന്നു ഇതല്ലാതെ പറയാൻ. പക്ഷെ ദിവ്യ സീരിയസ്ലി പറയാണ്,
പറഞ്ഞോ ഇത് കളയാതെ അതെ കണക്ഷൻ പറയല്ലേ, നീ എന്നെ നോക്കല്ലേ എനിക്ക് ചിരി വരുന്നത്. ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ കിട്ടാൻ ഭയങ്കര പ്രയാസം ശരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡും അതെ. നമ്മുടെ ഇതും. ഇപ്പൊ എനിക്ക് കാലിക്കറ്റിലെ ഒരു നല്ല ഫ്രണ്ടേ ഉള്ളൂ. എനിക്കൊരേ അതിനെ എന്ത് സീരിയസ് പറഞ്ഞാലും അത് സീരിയസ് ആയിട്ട് പറയാൻ തോന്നാറില്ല. എന്ത് പറഞ്ഞാലും ആണോടാ ഓടാ ഇങ്ങനെ പോകും. പക്ഷെ ദിവ്യ ഞാനുള്ള ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ചിലപ്പോ നമ്മള് ഒരു സിസ്റ്റർ പോലെയാ എനിക്ക് ദിവ്യ എപ്പോഴും. എനിക്ക് തോന്നുന്നു നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ്, നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ്. അങ്ങനെ അവക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് ഞാനിപ്പോ എനിക്ക് വിഷമം വരുമ്പോ ഞാൻ സെക്ലൂഡ് ആവും, ഞാനൊന്ന് സെക്ലൂസ് ആവും. ഇവർ രണ്ട് കൊച്ചിയിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. എനിക്ക് ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഇനി എവിടെ പോയാലും എനിക്ക് വിളിച്ച് പറയാനായിട്ടും ഇവർ രണ്ടുപേരാണ് എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് അപ്പൊ കൊച്ചി വിട്ടാലും അതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്കൂളിൽ നിന്നും എന്റെ കോളേജിൽ നിന്നും എനിക്ക് ഇപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരെ ഇപ്പോഴും കാണാല്ല, എല്ലാരും ഓരോരോ സ്ഥലത്താണ്. ഓസ്ട്രേലിയ, ദുബായ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ മാറി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കീപ് ഇൻ ടച്ച്. പക്ഷെ എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇവരാണ്. അന്ന് ഇവർക്ക് അറിയാം എനിക്ക് സ്പേസ് വേണ്ട സമയത്ത് അവര് പക്ഷെ എന്നാലും ഞാൻ വിടാറില്ല. അതെ ഞാൻ ചൊറിയും. പക്ഷെ നമ്മളൊരാള് വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് അറിയാം അവളുടെ സിറ്റുവേഷൻ ഒക്കെ എനിക്ക് അറിയാം. അത് വിചാരിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ. ചില എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇവള് ഡൗൺ ആവും, മാക്സിമം ഡൗൺ ആവും. പക്ഷെ എന്നാലും ഇവിടെ പോയി ഡൗൺ ആക്കും. കണ്ടോ, അപ്പൊ മനസ്സിലായില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു കഥ അവതരിപ്പിച്ചാൽ അതിനെ എങ്ങനെ നശിപ്പിക്കാന്ന് അതാണ് സീരിയസ്നെസ് ഇല്ല ലൈഫിൽ. എന്തെങ്കിലും ഒരു പക്ഷെ അതാണ് ഇവളുടെ പ്ലസ് പോയിന്റ്. പക്ഷെ ഇവളെ ഞാൻ എപ്പോഴും പറയും ഇവളാവുന്നതാണ് നല്ലതെന്ന്. നമ്മള് ഞാൻ എനിക്ക് ഒന്നുകിലും ബോധേഡാവില്ല അല്ലെങ്കിൽ ഭ്രാന്തായിരിക്കും. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. പക്ഷെ ദിവ്യ ഞാൻ ആ കാര്യത്തില് ഭയങ്കര ഇതാണ്, ഇങ്ങനെ കൊറേ ഡൗൺ ആവും. പിന്നെ ഞങ്ങൾ തന്നെ പിന്നെ ഞങ്ങൾ എണീപ്പുണ്ട്. അത് ഭയങ്കര ഒരു എൻജോയ്മെന്റ്. അപ്പൊ നമ്മള് കൂടും, എല്ലാത്തിലും ചില്ല് ചെയ്യും, ഭയങ്കര രസമാണ്. നമ്മള് ഓരോ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഫുള്ള് എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചാണ് 3 പേരും. നിങ്ങൾ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ട്രിപ്പ് പോവാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര. അത് ചെറിയ അടുത്ത സ്ഥലമാണെങ്കിൽ അടുത്ത സ്ഥലം, ദൂരമൊന്നുമില്ല. നമ്മൾക്ക് എവിടെയാണോ അപ്പം തോന്നുന്ന നമ്മൾ ആ സന്തോഷത്തിൽ നമ്മൾ എവിടെ, പിന്നെ നമ്മൾ എവിടെ കൂടിയാലും സന്തോഷമാണല്ലോ. വീട്ടിൽ കൂടിയാലും. അതെ, ഇവള് കൊച്ചിയിലുള്ളപ്പോ ലൈക് ഒറ്റടിക്ക് പ്ലാൻ, എനിക്ക് ഒറ്റടിക്ക് മിക്കപ്പോഴും പോകാൻ പറ്റാം. ഇവൾക്ക് ഷെഡ്യൂളും ടൈമും കാര്യങ്ങളും, വലിയ ഡയറിയിലെ ടൈമും കാര്യങ്ങളും. അല്ല, അവക്ക് അവളുടെ ഒരു കാര്യം പൂജിതയുടെ എന്ന് വെച്ചാൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ വെൻ ഇറ്റ് കംസ് ടു വർക്ക്, ഇപ്പൊ എന്തെങ്കിലും ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചില സമയത്ത് ട്രിപ്പ് പോവാന്ന് പറയുമ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റി വെക്കും. ഞാനതിങ്ങനെ ഓക്കെ അപ്പൊ നമുക്കത് മാറ്റി വെക്കാം. എനിക്ക് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെയല്ല, വർക്കില് ഞാൻ ചില സ്ഥലം വല്ലപ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ അത് കൂടാതെ ഇവളെ വിളിക്കും നമ്മള്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുക, എടാ എവിടെങ്കിലും പോവാ, അപ്പൊ പോവാം റെഡി. ഞാനും എപ്പോഴേക്കും ബാഗ് റെഡിയാക്കി ഞങ്ങൾ സെറ്റ്. അപ്പൊ ഇവളെ വിളിക്കും. അതും അപ്പുറത്തെ ചെറായി ബീച്ചോ ഫോർട്ട് കൊച്ചി ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് കൊടൈക്കനാല്, വയനാട്, മറ്റേ മൈസൂർ, കാശ്മീർ ഒക്കെ ഇവള് പറയുന്ന കാര്യങ്ങള് ഒറ്റയ്ക്ക് പുറത്തുനിന്ന് നടന്നോ മറ്റേ കാറിലല്ലേ നിന്നെ പോവാൻ വിളിക്കുന്നത്, എല്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നത്, നമ്മളെല്ലാരും കൂടി. 3-4 days ഒറ്റയ്ക്ക് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്ന് കുറെ ഫോട്ടോസ് റീൽസ് കാണുമ്പോ ഇവിടേക്ക് വരില്ല ഈ സ്ഥലം പറച്ചില്ല. അപ്പൊ ഞാൻ പറയും കൂട്ടിയില്ല, വിളിച്ചില്ലേ, ആടാ വേറൊരു ദിവസം എന്നെ കൊണ്ടാവണേ. അങ്ങനെ വേറൊരു ദിവസം വിളിക്കും കൊണ്ടുപോകാൻ. ആ ദിവസം അവൈലബിൾ ആവില്ല മാഡം. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും നമുക്ക്? അതൊരു കംപ്ലൈന്റ്സ് വരാറില്ല. കാരണം എനിക്ക് പോവാൻ പറ്റാല്ല, പോവാൻ പറ്റുമ്പോ ആയിക്കോ, അല്ലാത്തപ്പോ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇനി പൂജിതയുടെ ഈ ചിരിച്ച് കളിച്ചിരിക്കുന്ന മുഖമല്ലേ നിങ്ങൾ കൂടുതൽ കണ്ടിരിക്കണത്. ഞാൻ വേറൊരു മുഖം കാണിച്ചു തരട്ടെ. നോക്കിക്കോ. അപ്പോ നിന്നെ തല്ലി കൊല്ലും കേട്ടോ. Stop it now. Stop it now. ഇതെന്താണ് മേഡം ചെയ്തത്?
എനിക്ക് പ്രശ്നമുള്ളതാണ് മാഡം. ഇത്രയും മാഡം എന്റെ ദേഹത്തേക്ക് ഇത് വെള്ളം വരെ ഒഴിച്ചിട്ട് മാഡം എന്താ മാഡം ഉദ്ദേശിക്കുന്നത് മാഡം? ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് കഴിയട്ടെ, എന്താ നോക്കട്ടെ. മാഡം മാഡം ഇത് ഏത് നരമ്പ് രോഗിയാടാ അത്? ഇത്രയും ഉപദ്രവിച്ചിട്ട് മാഡം ഞാൻ നെക്സൽ സ്ലാപ്പ് യു. ഇങ്ങനെ അടിച്ചിട്ട് മാഡം പോകില്ല. കാണണോ? ദേഹവും ഇതാക്കി എനിക്ക് കാണണോ? കാണണം. എനിക്ക് കാണണോ? അപ്പു, ഐ വിൽ റിയലി സ്ലാപ്പ് ഹിസ് ഫേസ്. ഇവിടെ അടിക്കില്ല, അടിക്കാൻ സാധിക്കില്ല. ഞാൻ കരാട്ടക്കാരനാണ്, അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല. താൻ കരാട്ടക്കാരനാണെങ്കിൽ ഞാൻ കളറിയും കരാട്ടയും ഒക്കെ പഠിച്ചിട്ടുണ്ട്, നല്ലോണം ഞാൻ തരും കേട്ടല്ലോ. അങ്ങനെ അടിക്കാൻ മേടത്തൊന്നും സാധിക്കില്ല. ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാ തല്ലാൻ പോകുന്ന ആദ്യത്തെ ആളാണ്. ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്, നീ സൂക്ഷിക്കണം, ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അയ്യോ എടേ, അത് പ്രാങ്ക് ആയിരുന്നോ? നമ്മളും കുറെ പ്രാങ്ക് ഷോസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഇമാതിരി ഒരു ചൊറിയനെ ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്നെക്കാട്ടി വലിയ ചൊറിയാനോ? എനിക്ക് തോന്നുന്നു നിന്റെ ട്വിൻ ബ്രദർ. ഇല്ല, ഞാൻ അതിൽ പെടില്ല. അല്ല, അപ്പൊ നിങ്ങളുടെ കൂടെ പോകുമ്പത്തെ ആൺകുട്ടിയാണോ പൂജിത? ആൺകുട്ടിയോ? എന്തിന്? ഇങ്ങനെ അടിക്കാനും പിടിക്കാനും കരാട്ടയോ? ഒക്കെ? വെറുതെ ഡയലോഗ് അല്ലേ? അതെ, എന്റെ വീട്ടിലെ പൂച്ചനെ കണ്ട ആ കട്ടുമ്മ കയറി അടിക്കുന്ന ആരാന്നറിയോ? എവിടെയാന്ന് എങ്ങനെയാന്ന് നോക്കില്ല. ഞാനൊരു വേണ്ട പ്ലീസ്, ഞാൻ പറയൂ 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 പറയൂ. ഞങ്ങളൊരു സ്ഥലത്ത് നിക്കായിരുന്നു. അതെ, ഞങ്ങള് ഒരു ഏതോ ഒരുത്തൻ വന്ന് മാഡത്തിനെ തൊട്ടിട്ട് പോയി. ഈ മാഡത്തിനെയോ? ഓക്കെ, ഓക്കെ ശരിക്കും. ഓക്കെ. ഞാൻ കണ്ടില്ല. ഞാൻ കാണുന്ന എന്താന്നറിയോ, ഇവളിങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ ഐസായി പോയി. ഞാൻ പറഞ്ഞു എന്താണ് സംഭവം? ഞാൻ പറഞ്ഞു, ഞാൻ പോയി വിളിച്ചിട്ട് എന്റെ ഒരുമാതിരി തിരിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ സംഭവം? ഞാൻ എടി എന്തുവാടി എന്തുവാ നീ കാണിക്കുന്നത്? എന്തുവാ നീ ആരാടി അത്? അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവൻ നോക്കുമ്പോ അല്ല, അവനാണെങ്കിൽ ഒരുമാതിരി തിരിഞ്ഞിങ്ങനെ നോക്കുക ആരാന്ന്. എനിക്ക് ഇവളെ കണ്ടിട്ട് ഇവളുടെ നേർക്ക് വരിക. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവനെ പിടിച്ചിട്ട് അങ്ങോട്ടൊക്കെ മാറ്റി. എനിക്ക് ഇവള് പറഞ്ഞു പിന്നെ അല്ലാണ്ട് ഇവൻ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ എടി അവൻ തന്നെ ആണെന്ന് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ, കാം ഡൗൺ കാം ഡൗൺ. അപ്പോ എന്തെങ്കിലും അപ്പൊ ആൾക്കാർ സൂക്ഷിക്കുക, ഈ കുട്ടിയായിരിക്കും തല്ലുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് വന്നാലും ഞാനാണെങ്കിലും ചെയ്യില്ലേ? പിന്നെ ശരിക്കും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കുറെ കഴിഞ്ഞിട്ട് അയ്യോ അവനൊന്ന് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, അവനൊരു സന്തോഷമല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കറുമുറ കഴിച്ചാലൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ അല്ലേ? എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? ഇവളുണ്ടല്ലോ, ഞങ്ങൾക്ക് മുമ്പേ വിശക്കണമെന്ന് പറഞ്ഞു പോട്ടല്ലോ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം ഞങ്ങൾ 2 കുരങ്ങുകൾക്ക് പഴം ഇട്ട് കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ പഴം എറിഞ്ഞു തന്നു. പക്ഷെ ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ല, നമുക്ക് ശരിക്കും നല്ല ഭക്ഷണം. അപ്പൊ നമ്മുടെ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ പൂജിത് പറ, നമ്മുടെ ഈ ദീപിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറ, അത് നമുക്കിപ്പോ കഴിക്കാം. സത്യം പറഞ്ഞ ഞാൻ പറയട്ടെ, ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവം. അതെന്താ? കൊറേ കാര്യങ്ങൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലാസ്റ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ കണ്ട് വെള്ളറക്കാന്ന് പറയില്ലേ, കണ്ട് ഞെട്ടിരിക്കാന്ന് പറയില്ലേ, അത് അവസ്ഥ ഇത്രയും ദ ബിഗ്ഗസ്റ്റ് ന്യൂട്ടെല്ല ജാർ ഒറ്റയടിക്ക് 1 day she finished it off. പക്ഷെ ഞാൻ അവിടെ ചെന്ന് എന്താ ചെയ്യാറിയോ, ഞാൻ അത് എടുത്തോണ്ട് പോകും. എന്റെ വെയിറ്റ് തൊടില്ല. പിന്നെയും കൊച്ചു കാണാൻ അവിടെ ചെന്നാ ബെഡിലിരുന്ന് അപ്പൊ വെറുതെ നട്ടല്ല അപ്പൊ പ്രൊഡക്ഷൻ കിട്ടുമോ? നട്ടല്ല കിട്ടോ? വേണ്ട, ദിവ്യ ചോദിച്ചാൽ വേണ്ട. ഞാനിപ്പോ ഭയങ്കര ഡയറ്റിലും രണ്ടുപേരും ഇവള് പിന്നെ കുറച്ച് കഴിക്കും. എന്നാലും കിട്ടുമോന്ന് നമുക്ക് ചോദിക്കാം. കിട്ടുമോ നമുക്ക് പ്രൊഡക്ഷൻ തരുമല്ലോ എന്ന് ചോദിക്കാലോ. എനിക്ക് ബ്രെഡും നട്ടലും കിട്ടുമോ ചോദിക്കാം. ബ്രെഡും നെറ്റലയും കിട്ടും. ഇതിലാർക്കും എന്താ വേണ്ടേ? കൊല്ല്. അതെ, അല്ല സ്പൂൺ ഉണ്ട്. മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയിക്കോ. അയ്യോ അങ്ങനെ പറയുന്നത് സ്നേഹത്തോടെ നമ്മൾ ഇത് ചെയ്ത് തരും. നോക്കട്ടെ, സ്പൂൺ എടുത്ത് നട്ടല തേക്കും പറയാൻ കിച്ചണിൽ എത്രത്തോളം കേറാറുണ്ട്.
എന്റെ പൊന്നെ, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അല്ല, ഉച്ചയ്ക്ക് കിട്ടാനേ പോണില്ലായിരിക്കും. രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ദിവ്യ എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അല്ല എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു. അവള് രാവിലെ എന്നില്ല, നമുക്ക് അങ്ങനെ ടൈം ഒന്നുമില്ല. പക്ഷെ വിശക്കുന്നെന്ന് പറഞ്ഞാ അപ്പൊ ഉണ്ടാക്കി തരും. പക്ഷെ അവളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അവൾ ഇങ്ങോട്ട് ചോദിക്കും ആദ്യം കേട്ടോ, ഇപ്പൊ അതൊന്നുമില്ല. ടൈമല്ലേ, എനിക്കൊരു ടൈം തരാൻ പറയൂ ഈ കുരങ്ങിന്റെ അടുത്ത്. ശരി, എന്നാ ദിയ പറയാനുള്ള പറയുന്നിട്ട് ഞാൻ പൂജിതയിലേക്ക് പോവാം. അയ്യോ, അതാ ബ്രെഡിന് വേദനിക്കൊന്നുമില്ല. ന്യൂട്രലയല്ല. ആ, ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഇത് വെച്ച് കൊടുത്തോളൂ. ആ, എന്റെ അമ്മേ, ഇവള് കഴിക്കില്ല. അപ്പൊ എന്നാ അത് മതി. വെറുതെ ബ്രെഡ് കൊടുത്തു. ഇനി ഒരെണ്ണം ദിവ്യം കഴിച്ചോളൂ. This is for me. നീ ആ ബ്രെഡിൽ കഴിക്കണ്ട, നീ അല്ലാതെ കഴിക്കുക, അതല്ല രസം. അതാണ് രസം. നിക്കിലും മോളും അതെ, എന്റെ വീട്ടിലും അതെ, ഇവരും ഇത് തന്നെയായി നട്ടല്ല. നമുക്ക് ഹേസൽ നട്ടിന്റെ ഇത് വരുമ്പത്തേക്ക് എങ്ങനെ അതിരുന്ന് കഴിച്ചോണ്ടേയിരിക്കും. പക്ഷെ എല്ലാരും ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ. അതെ, ഞങ്ങൾ ഇത് കഴിക്കുന്നു വെച്ചിട്ട് നിങ്ങൾ ഇത് കഴിക്കും. അത് ഇത് പിന്നെ ചപ്പാത്തി നട്ടല്ല. ചപ്പാത്തി നട്ടല്ല നല്ല ടേസ്റ്റാ. അങ്ങനെ നമ്മള് ചപ്പാത്തി നട്ടല്ല നല്ലതാ. ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അഡൾട്ടർ ചെയ്ത് കഴിക്കാൻ പാടില്ല. അതൊന്നായിട്ട് ബോട്ടിൽ വെച്ചിട്ട് കഴിക്കണം. അങ്ങനെ ദിവ്യയുടെ ഫേവറേറ്റ് ഫുഡ്. എന്ത് എളുപ്പം ഒന്ന് നോക്കിക്കേ. വീട്ടിലെ അമ്മയ്ക്ക് നട്ടൽ തേച്ചിട്ട് ഇത് ഇത്ര ഉണ്ട്, തിക്നെസ് ഉണ്ടാവും. കണ്ട എന്ത് എളുപ്പം നിൽക്കുക. വിശക്കുന്നു പറയുമ്പോ ഒരു ബ്രെഡും ഇതും കൊടുത്താൽ മതി, ആളുടെ വയറ് അല്ല. എനിക്കിപ്പോ വേണ്ട. ഞാൻ ഇനി ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് വരുമല്ലേ. നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചോദിക്കണ്ടേ. സോറി, കണ്ടോ, എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് തരില്ലേ പ്ലീസ്. തന്നെ ഞാൻ കഴിച്ചു പോകും. തരില്ലേ, തരില്ലേ. എല്ലാം മറക്കുന്നു. ഞങ്ങൾ ഇത്രയും പേര് അയ്യോ പ്ലീസ്, അയ്യോ കഴിച്ചേ പറ്റും. എനിക്ക് അത്ര സ്വീറ്റ് ഇഷ്ടമല്ല. എനിക്ക് അത്ര സ്വീറ്റ് ഇഷ്ടമല്ല. എന്നാ ഞാൻ വെറും ബ്രെഡ് കഴിച്ചോണ്ടിരിക്കാം. നിങ്ങൾ എല്ലാരും മണ്ണം കുറച്ചിട്ട് കണ്ടോ ദുഷ്ട. എനിക്ക് അത്ര വേണ്ട, വേസ്റ്റ് ആക്കും. ഞാനാണൊന്ന് ഡയറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇന്നലെ പോലെ തുടങ്ങിയത്. വെറുതെ വൃത്തിയായിട്ടോളെ മെലിയാത്തത്. മനസ്സിലായില്ലേ? ദുഷ്ട മനുഷ്യനെ നന്നാവാനും സമ്മതിക്കൂല. പക്ഷെ ഇങ്ങനെയല്ല ചെയ്യണ്ടേ. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല എന്നിട്ട് ബ്രെഡ് എടുത്ത് കഴിക്കണം. അതാണ് ചെയ്യണ്ടേ. കണ്ടില്ലേ, ഞാൻ കഴിക്കുന്നുണ്ടില്ല. അത് സ്നേഹം ഉള്ളതുകൊണ്ടാ. ഞങ്ങളോട് രണ്ടുപേരും സ്നേഹം കുറവാ, അതുകൊണ്ടാണ് നമുക്ക് തേച്ച് തന്നു. അതാണ് കാര്യം. അതിന് പൂജിത പറ. അപ്പൊ നമ്മുടെ ദിവ്യനെ കുറിച്ച് ഞങ്ങൾക്കറിയാൻ എല്ലാവർക്കും അറിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്താണുള്ളത്, രഹസ്യങ്ങൾ? എല്ലാവർക്കും എല്ലാം അറിയാം. ബേസിക്കലി നമുക്ക് ഗേൾ കണക്ഷൻസ് കിട്ടാൻ വളരെ കുറവാണ്. നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് യു ഗെറ്റ് അട്രാക്റ്റഡ്, നമ്മൾ നന്നായിട്ട് ബോണ്ട് ചെയ്യും. പക്ഷെ ആസ് ഗേൾസ് ലിപ്സ്റ്റിക് പോയാ ഇല്ല, എല്ലാം ഉണ്ട്. അങ്ങനെ തൊട്ട പൂന്ന ലിപ്സ്റ്റിക് ഒന്നും അല്ല അത്. സോ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ തൊട്ട് ഐ ഫെൽ ദാറ്റ് ഇൻസ്റ്റന്റ് ഇമോഷണൽ കണക്ട്. ഓക്കെ, നമ്മൾ ഫീൽ ചെയ്ത് ഓക്കെ ഫൈൻ, മേ ബി യു ക്യാൻ മേക്ക് ഹർ എ ഗുഡ് ഫ്രണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ട്രസ്റ്റ് ഹാപ്പൻസ് ഓവർ ദ ഇയേഴ്സ്. ആൻഡ് ഓവർ ദ ഇയേഴ്സ് ടുഡേ ഷീ ഈസ് ലൈക്ക് എ പേഴ്സൺ എനിക്ക് എന്നും ഷെയർ ചെയ്യാൻ പറ്റും. ഷീ ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് അസ്. ആൻഡ് ഒരു ഒരു സേഫ് സ്പേസ്. എസ്പെഷ്യലി നമ്മൾ എവിടെ പോകണം, പീപ്പിൾ ജഡ്ജ് യു. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ പീപ്പിൾ അഡ്വൈസ്, നമ്മൾ ചോദിക്കാതെ അഡ്വൈസസ് പറയും. ഇവിടെ ദ ബെസ്റ്റ് തിങ് ഇസ് അവൾ പറയും, പറയാനുള്ളതൊക്കെ പറയും. പക്ഷെ ഷീ സേസ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ഡോണ്ട് ഫീൽ ഹേർട്ട്. ഓക്കെ, കാരണം നമുക്ക് ഓക്കെ അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്നും ചിന്തിക്കും. ആൻഡ് ഷീ ഈസ് വൺ പേഴ്സൺ ഐ റിയലി ലുക്ക് അപ്പ് ടു. She's one person I really look up to because I see the way she goes out of her way for people whom she really loves. Okay, if പറഞ്ഞ പോലെ she's very practical. നമ്മളാണ് പ്രാക്ടിക്കൽ അല്ലാത്ത. We keep fighting like cats and dogs, Tom and Jerry. എന്തു വാടി ഒന്ന് നിർത്തടി, എന്തു വാടി ഒന്ന് നിർത്തടി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മൂന്ന് പേരുള്ളൂ എപ്പോ നമ്മൾ ഒരുമിച്ചുള്ളപ്പോ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്വിഗ്ഗി നോക്കും. ബട്ട് ഷീ ഈസ് വൺ പേഴ്സൺ who loves to cook for us. നമ്മള് നന്നായി വയറ് കഴിച്ച് സന്തോഷമായിട്ട് കഴിക്കുമ്പോ ഷീ ഫീൽസ് വെരി ഹാപ്പി. ഇരിക്കുകയാണെങ്കിൽ അവള് ചോദിക്കും, എടാ നിനക്ക് വിശക്കില്ല, എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ. അതൊരു നല്ല പ്ലസ്. അതെ അതെ. കൂടുതലും ഇഷ്ടം ഇങ്ങനെ റൈസ്, നോൺ വെജ്, അങ്ങനെ ഈ റൈസ് ചിക്കൻ അതൊക്കെയാണോ കൂടുതലും പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടം? പക്ഷെ അവള് എന്തുണ്ടാക്കിയാലും സ്പെഷ്യൽ ടേസ്റ്റ്. അത് കഴിച്ചാൽ ഈവൻ മാഗി നൂഡിൽസ് ഹാസ് അതിന്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി. ഓ, അത് എന്റെ അമ്മേ, അതെന്താ അത് അത്ര നല്ല കൈപ്പുണി. ഇനി എന്തായാലും ഞാൻ മിസ് ചെയ്യില്ല, ഞാൻ എന്തായാലും കഴിക്കും. And she loves giving.
അതുള്ളൂ. നമ്മൾക്ക് ചില സമയത്ത് ഇത്ര ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ മൈൻഡ് ചിലപ്പോ ഇടയ്ക്ക്. പക്ഷെ ഷീ ഈസ് വെരി ജനറസ്. അതുകൊണ്ടാണ് ആ ഭക്ഷണത്തിന് ഇത്ര ടേസ്റ്റ്. അതുകൊണ്ടാണ് വിത്ത് മോർ സ്വീറ്റ്, നല്ല ഇതോടെ മനസ്സോടെ സന്തോഷത്തോടെ തരുന്നോണ്ടാണ്. മതിയല്ലേ എത്രയൊക്കെ പൊക്കിയാ പോരെ? ഭയങ്കര ചളിപ്പാവേ. These are all the fact that I genuinely ഇച്ചിരി കൂടുതലല്ലേ? ഇല്ല, ഉള്ള കാര്യം ഞാനുള്ള കാര്യം പറഞ്ഞു. അല്ല പൂജ ഈ Tom and Jerry രണ്ടും. അതല്ലേ പൂജ പൊതുവെ എല്ലാവരുടെ അടുത്തും ഇത്രയും പോസിറ്റീവ് ആണോ അതോ ദിവ്യയുടെ അടുത്ത് മാത്രമേ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ വേറെ ആരോടും മിണ്ടരുത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇതല്ല. എനിക്ക് എന്നെ ഇൻക്ലൂഡഡ് ആക്കി വെക്കുന്നത് ഐ ലൈക്ക് വിത്ത് പീപ്പിൾ ഹു ആർ ക്ലോസ് ടു മീ. ഓക്കെ, സോ ഐ ഫീൽ ഇഫ് ഐ ഫീൽ എന്റെ പുറകെ എന്തെങ്കിലും നടക്കുന്നു ഓർ ഐ എം ലൈക്ക് ഫൈൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പോസിറ്റീവ്നെസ് വരിക. പക്ഷെ ഐ ഹാവ് വെരി ഫ്യൂ പീപ്പിൾ, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ വെരി ഫ്യൂ പീപ്പിൾ ഹു ഐ ഫീൽ like I belong to them or they belong to me. So avare kurichittu I am more than possessiveness, I would say I like to be included. Okay. Agane and I like maati nirthumbо I feel uncomfortable. But initial days okay, I would keep telling her ingane parayumbo one thing I love about it, innum I'm grateful is that ende njan ella emotions I would share. Ingane varama I'm feeling jealous, ingane adum pollu njan parayum. But she is very open with that also. അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരും കുറവാണ്. So all emotions പറയുമ്പോൾ she would take a lot of effort to make me feel കംഫർട്ടബിൾ ആക്കാനായിട്ട്. ഇനി ഞാൻ വേറൊരു സെഗ്മെന്റിലേക്ക് പോകും. ഇവർ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ആ സെഗ്മെന്റ് ചെയ്യാം. ഓക്കെ, ഇതേ സംഭവം കണ്ടല്ലോ, പീപ്പിൾസ് ചോയ്സ് ആണ്. അതായത് ഞാൻ ഇപ്പൊ ദിവ്യനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ് 3 ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കും. സെയിം ചോദ്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആൻസർ പറയുക. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ 3 ചോദ്യങ്ങളേ ഉള്ളൂ. ആ 3 ചോദ്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരു ഇതേപോലെ പീപ്പിൾസ് ചോയ്സ് അല്ലേ, വേറൊരു നമുക്ക് ആർക്ക് പരിചയമില്ലാത്ത ഒരു നോർമൽ പബ്ലിക്കിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരെ വിളിച്ച് ചോദിക്കും. അതായത് ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസ് ചോയ്സ് ആണ്. ഇതിനകത്ത് 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 3 ചോദ്യം ഞാൻ നിങ്ങൾ 3 പേരുടെ അടുത്തും ചോദിക്കും. ഈ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സാധാരണ ഒരു പബ്ലിക്കിൽ നിന്നുള്ള ഒരാളെ റാൻഡം ആയിട്ട് ഒരാളെ നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്യും. എന്നിട്ട് പുള്ളിയുടെ അടുത്തും ഈ സെയിം ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നിങ്ങളുടെ വ്യൂ പോയിന്റിലല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിപ്പോ ഒരു പബ്ലിക്കിന്റെ അല്ലേ, പീപ്പിൾസ് ചോയ്സ് അല്ലേ. അപ്പൊ പബ്ലിക് ഈ ചോദ്യത്തിന് എന്തായിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നുണ്ടാവും, ദിവ്യനെ കുറിച്ചിട്ടായിരിക്കും. അപ്പൊ അവരുടെ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ ആൻസറുമായിട്ട് നിങ്ങളുടെ ആരുടെ ആൻസർ ആണോ കൂടുതൽ മാച്ച് ആവണം നോക്കാം. അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ദിവ്യയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ദിവ്യയുടെ ബെസ്റ്റ് മൂവി. ദിവ്യക്ക് എത്രത്തോളം ദിവ്യയുടെ ഫാൻസിനെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇത് അറിയാൻ പറ്റും നോക്കാനുള്ള ഒരു റൗണ്ടാണ്. എനിക്ക് തോന്നുന്നു കള, പിന്നെ കളയിലെ വിദ്യ, പിന്നെ ഒരെണ്ണേ പറയാവുള്ളൂ, കുറെ ഒന്നും പറയാൻ പറ്റില്ല, ഒരൊറ്റണം. കള. ഓക്കെ, പൂജിത കള. സെയിം കള. ഓക്കെ, 3 പേർക്ക് ഒരേതാണ്. കോപ്പി പേസ്റ്റ് ചെയ്യരുത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല വിനീതിന്റെ കൂടുതൽ സൈമൺ ഡാനിയൽ. അതും കള പറ്റൂല, ഒരെണ്ണേ പറയാൻ പറ്റും. ഓക്കെ, എന്നാ സ്റ്റിക്ക് ടു ദാറ്റ്. ഇനി അടുത്തത് ഇവിടെ തുടങ്ങാം ചോദ്യം. ഒരുപാട് TV ഷോകളിൽ ദിവ്യ വന്നു പോയിട്ടുണ്ട്. ഒരു TV ഷോയുടെ പ്രസൻസ് ആയിരിക്കും ആരാധകർ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. ഏതായിരിക്കും അത്? സി ടിവിയിലത്തെ മറ്റേ പ്രോഗ്രാം എന്താ എന്റെ പേര്? മിസ്റ്റർ ആൻഡ് മിസ്സസ്. ഓക്കെ, എന്താ തോന്നുന്നത്? സെയിം തിങ്. മിസ്റ്റർ മിസ്സസിലാണ് ഞാൻ ആ ഷോ, പിന്നെ ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് വന്ന് ഗസ്റ്റ് ആയിട്ട് വന്നു പോയി ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാര് കണ്ടിട്ടുണ്ടാവുന്നത് ആ ഷോ തന്നെയായിരിക്കും. അപ്പൊ 3 പേർക്കും എഗെയിൻ വീണ്ടും ഒരേ ആൻസർ ആണ്. ഇത് ശരിയാവൂലല്ലോ, ഇത് എന്തത്? ആരെങ്കിലും ഒരാൾ ഔട്ട് ആക്കട്ടെ. അടുത്തത് ഇതാ, പറഞ്ഞോളൂ. ദിവ്യ ഏത് കോസ്റ്റ്യൂമിൽ കാണാനായിരിക്കും ആരാധകർക്ക് കൂടുതൽ ഇഷ്ടം? സാരി. ദിവ്യ ഐ തിങ്ക് ദിവ്യയുടെ ഇഷ്ടമല്ല കേട്ടോ, ആരാധകർക്ക് കൂടുതൽ ഇഷ്ടം ഡ്രസ്സസും അതൊക്കെ ആയിരിക്കും, കുറച്ചും കൂടെ മോഡേൺ ഔട്ട്ഫിറ്റ്സ് അല്ലേ? ഓക്കെ, പൂജി അവൾ അതേ പറയൂ. ഇത് ശരിയാവില്ല, ഇവിടെ വേറൊരു ഗെയിം ഇവിടെ നടക്കുന്നുണ്ട്, ഞാൻ കണ്ടു. അല്ല, ഗിഫ്റ്റ് ആർക്കാ കിട്ടി നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് മനസ്സിലായി. പള്ളി ഞാൻ അവിടുന്ന് കാണിച്ചു കൊടുക്ക. അല്ല, ഇത് ഉറക്കെ പറയില്ലെന്നാണ് പറഞ്ഞേ. എനിക്ക് മനസ്സിലാവാതെ ഞാൻ പറഞ്ഞ തമാശ. സാരി അവരെ നമുക്ക് പരിചയമുള്ളതിന് മുമ്പ് ഇവര് തമ്മിൽ ഭയങ്കര കണക്റ്റഡ്. അതാണ് നല്ല നാടൻ ബ്യൂട്ടി എത്നിക് വെയർ. സാരി എന്നല്ല, സൽവാർ, നമ്മുടെ ഒരു എത്നിക് വെയർ. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 3 കഴിഞ്ഞു. അപ്പൊ ഇതിൽ മാത്രമാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടുള്ളൂ. ഇനി ഇതില് 3ാമത്തെ ആൻസർ വെച്ചിട്ടാണ് നമ്മൾ ഇനി പബ്ലിക്കിലേക്ക് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആർക്കാണ് സമ്മാനം കിട്ടാൻ പോണെന്ന് നോക്കാം. കണക്ട് ചെയ്തോ പബ്ലിക് ഒരു ആൾക്ക്. അനില എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി സത്യം ഞാൻ വിളിക്കുന്ന അറിയോ? അവർക്ക് അറിയാം.
ഇല്ല. ഹലോ, ഹലോ, അനില എന്ന് പറഞ്ഞ ചേച്ചിയാണോ? അതെ അതെ. ചേച്ചി, എന്റെ പേര് രമ്യ എന്നാണ്. ആ ഞാനിത് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാ വിളിക്കുന്നേ. ആ ഞാനിപ്പോ വിളിച്ചത് നമ്മുടെ ദിവ്യ പിള്ളയില്ലേ, ആക്ടർ. ആ മനസ്സിലായി. മനസ്സിലായില്ലേ? ചേച്ചിക്ക് ദിവ്യയുടെ മൂവീസ് ഒക്കെ കാണാറുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ആണല്ലേ? ദിവ്യയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ആണോ? എന്തെങ്കിലുമൊക്കെ ചേച്ചി കണ്ടപ്പോ ഇനി കുറച്ചും കൂടെ ശരിയാക്കാമായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ കുറച്ചുകൂടിയൊക്കെ ഇതായി വരുമല്ലോ ഇനി എക്സ്പീരിയൻസ് വരുമ്പോ കുറച്ചുകൂടിയൊക്കെ ഇതായി മെച്ചപ്പെടുമല്ലോ. മെച്ചപ്പെടുമല്ലോ. ഇതിൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. ഞാൻ വേറൊരു ചോദിക്കണ്ടോ? ഇല്ല, എന്നാ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദിവ്യനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിക്കാനാ ചേച്ചിയുടെ അടുത്ത്. ഈ ദിവ്യ അഭിനയിച്ച ഏത് മൂവിയാ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് കളയെന്ന് പറഞ്ഞ സിനിമയില്ലേ, അതാണോ കൂടുതൽ ഇഷ്ടം? അതെ അതെ. ഓക്കെ. ഇനി ദിവ്യ കുറെ TV ഷോയിൽ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ടും അല്ലാതെ ഒരു പ്രോഗ്രാമിനകത്ത് ജഡ്ജായിട്ടും അങ്ങനെ പല പല ഷോസിൽ വന്നിട്ടുണ്ട് നമ്മുടെ മിനി സ്ക്രീനിൽ. അതില് ദിവ്യയുടെ ഏത് പ്രോഗ്രാമിൽ വന്നതാ ചേച്ചിക്ക്, ഈ മൂവി അല്ലാണ്ട് TV ഷോയിൽ ഏതിൽ വന്നതാ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത്? അത് എനിക്ക് പ്രോഗ്രാം ഏതാന്ന് എനിക്ക് അത്ര അറിയില്ല. ജിപിയുടെ കൂടെ വന്നില്ലേ, അതാ സീ ടിവിയില്. ഓ, അതിഷ്ടായിരുന്നു. അത് സൂപ്പറാണ്. ഓക്കെ. പിന്നെ വേറൊന്നും കൂടെ, ദിവ്യനെ പൊതുവെ ഏത് കോസ്റ്റ്യൂമിൽ കാണാനാ ചേച്ചിക്ക് ഇഷ്ടം? അത് ചുരിദാറില്. ഇത് സത്യം പറയണം, ഈ ആളാരാന്ന് എനിക്കറിയണം. ഓക്കെ. അപ്പൊ സാരിയിലും ഇങ്ങനെ മോഡേൺ ഡ്രസ്സിലൊന്നും കാണാനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ചുരിദാറിൽ കാണാനാ? ചുരിദാറിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഇതെല്ലാം എന്റെ അടുത്തിരുന്ന് ദിവ്യം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്റെ അന്വേഷണം പറഞ്ഞേരി. കേൾക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം സിനിമ കണ്ടതിലും എന്തൊക്കെയാന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞതിനും ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ഈ പീപ്പിൾസ് ചോയ്സ് ഈ ഒരു സെഗ്മെന്റിൽ വിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ പൂജിതയാണ്. ഞങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റിക്കൊന്നുമില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. ആ ബ്രെഡ് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് എന്താ സാധനം നോക്കട്ടെ. പാഴ്സൽ സ്വിഗ്ഗിന്ന് വന്ന സംഭവം വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി കൊതിച്ചിട്ട് കൊടുത്തോ. ചിക്കൻ ബിരിയാണി. നീ അത് കഴിച്ചോ? അതെ, ചിക്കൻ ബിരിയാണി ആണോ പൂജിതയ്ക്ക് ഇഷ്ടം? അതിപ്പോ നല്ല വിശന്നിരിക്കുന്നു. അതങ്ങനെ കഴിക്കും. ചിക്കൻ ബിരിയാണി വേണം, ന്യൂട്ടെല്ല വേണം. ഒരു ബിരിയാണി ഫുൾ നല്ല സെറ്റ് ആയിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. നമുക്കിത് പിന്നെ കഴിച്ചാൽ പിന്നെ കഴിക്കാം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിങ്ങനെ മുമ്പിൽ വെച്ച് തരാം. അതെ, അത് കണ്ടോണ്ട് അവിടെ നീ ഇങ്ങനെ നോക്കിയിരുന്നോ? ഒരേ ഒരു ബ്രെഡ് വെറുതെ നോക്കിയിരിക്കണ്ട, ബ്രെഡ് വെച്ചോളൂ. വേണ്ട, ബിരിയാണി ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഹലോ, എന്ത് എവിടെയാ? ഓ നോ, സോ ഫാർ. എന്താടാ ലൈഫ് ബ്യൂട്ടിഫുൾ അല്ലേടാ? അല്ലേ? എന്തേ ഗോപിക കുട്ടി? വെജിറ്റേറിയൻ അല്ലേ രണ്ടാളും? നീ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ അല്ലേ കഴിക്കൂ?